ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയച്ച് വന്നാൽ മാത്രമേ അത് എനിക്ക് എടുക്കാൻ പറ്റൂ. എപ്പോഴും ഇങ്ങനെ കാളുകൾ തുരുതുരാ എന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരാളിനോടും ശരിയായ രീതിയിൽ സംസാരിക്കാൻ സാധിക്കുകയില്ല. തന്നെയുമല്ല, എപ്പോഴും നമ്മൾ തിരക്കിലായിരിക്കും പല കാര്യങ്ങൾ കൊണ്ടും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുന്നത് ഫ്രീ അല്ല, പേയ്മെൻ്റ് ഉള്ളതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ശുഭവാർത്തകൾ, സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണ് ഇന്നത്തേത്? ഫസ്റ്റ് വന്നിരിക്കുന്നത് 6 of Cups ആണ്. Ten of Coins, King of Cups, Ten of Swords, Hanged Man, Queen of Cups, Eight of Cups, Eight of Swords, Four of Coins, the Lovers, the Hierophant, the Sun, King of Swords, Six of Wands, Three of Coins. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൺസ് ആണ്. ഏസ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ എന്തോ പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു, അല്ല എങ്കിൽ ആലോചിക്കുന്നുണ്ട്, അല്ല എങ്കിൽ ആലോചിച്ച് കഴിഞ്ഞ് അതിനുള്ള കമ്പ് നാട്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. Six of Cups ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. മറ്റേ ട്രൈപോഡ് ഉപയോഗിക്കുമ്പോൾ മുകളിൽ നിന്ന് ട്യൂബ് ലൈറ്റിൻ്റെ പ്രകാശം കൊണ്ട് ചില കാർഡ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. അതുപോലെ ഇതാകുമ്പോൾ കുറച്ചുകൂടെ സ്ഥലവും കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ കാർഡ്സൊക്കെ വ്യക്തമായിട്ട് നേരെ വയ്ക്കുകയും ചെയ്യാം. മറ്റേത് നേരെ ചരിഞ്ഞൊക്കെ അങ്ങ് പോകുമായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ കാർഡ്സ് കാണാൻ പറ്റുന്നില്ല എന്നൊരാൾ കംപ്ലൈൻറ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത് മാറ്റിയിട്ട് മറ്റേ ട്രൈപോഡ് ഉപയോഗിച്ചത്. അവിടെ തീർച്ചയായിട്ടും ലൈറ്റിൻ്റെ പ്രകാശം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് 6 of Cups ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ സ്നേഹത്തിനൊരു മാറ്റം വരികയാണ്. നിഷ്കളങ്കമായ പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പങ്കുവച്ചിരുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഒരു വേർപാട് ഇപ്പോൾ വല്ലാത്ത വിഷമമുണ്ടാക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുമ്പോൾ അവർ വീണ്ടും തിരികെ വരുന്നുണ്ട്. വീണ്ടും രണ്ടുപേരും കൂടെ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ 6 of Cups എന്ന് പറയുമ്പോൾ. സ്നേഹത്തിന് വ്യത്യാസമുണ്ടാകുന്നു. പഴയതിനേക്കാളും സ്നേഹം സുദൃഢമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം 6 Cups നിറഞ്ഞു കവിയുന്നുണ്ട്. ശത്രുത മറന്നു. നേരത്തെ ഒരു ശത്രുതയിലായിരുന്നു, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നിരിക്കാം. പക്ഷേ ഇവിടെ റീയൂണിയൻ സംഭവിക്കുന്ന 6 Cupsഉം ഇവിടെ നിറഞ്ഞു കവിയുന്നുണ്ട്.
മനസ്സിലായില്ലേ? ആ ഒരു സ്നേഹം കൂടുതലായിട്ട് വന്നു മറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോൾ, അഥവാ നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരുന്ന ആ സമയത്ത് ഒരുപാട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് വന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അല്ലാതെ വീണ്ടും ഉപേക്ഷിച്ച് പോകാനുള്ള മനസ്സ് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്നു ചേരാൻ തീരുമാനിച്ചു. പഴയതിനേക്കാളും സ്നേഹം കൂടുതലായി വരുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാത്തിരിപ്പുകൾ വൃഥാവിലാവില്ല. കാത്തിരുന്ന് മടുത്തു. പക്ഷേ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. നിങ്ങളിൽ നിന്നും പഴയ ഫ്രണ്ട്സ്, ആരോ സുഹൃത്തുക്കൾ പോയിരുന്നുവെങ്കിൽ അവരും തിരികെ വരുന്നുണ്ട്. പിണങ്ങിയിരുന്നവർ, ശത്രുത, അടുത്തുള്ള മറ്റ് ആൾക്കാരോട്, ആരോടെങ്കിലും ആയിക്കോട്ടെ, ഏത് ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ഒക്കെയും നിങ്ങൾക്ക് ശത്രുത ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് അവർ തിരികെ വരുന്നു. വീണ്ടും നിങ്ങൾ ഒന്നാവുകയാണ് ചെയ്യുന്നത്. വീണ്ടും നിങ്ങൾ നല്ല ഒരു ബന്ധത്തിലേക്ക് പോകുന്നു, നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 10 ഓഫ് കോയിൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ ആരുടെയൊക്കെയോ വിവാഹം നടക്കാനും ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സമ്പത്തിൻ്റെതായ അബണ്ടൻസ്, സമ്പത്തിൻ്റെതായ സാമർഥ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സാമ്പത്തികം ഒരുപാട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പെൻറ്റക്കിൾ എർത്ത് സൈനാണ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വിവാഹം നടക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ വിവാഹം നടക്കാനുള്ള എനർജിയാണ്. അല്ലെങ്കിൽ അവർക്ക് ഗോൾഡ് ഓർണമെൻറ്റ്സ് വാങ്ങിക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു. അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാവാം ഇവിടെ. അതുപോലെ തന്നെ വീട്, വാഹനം ഒക്കെ വാങ്ങിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു നല്ല സമയമാണെന്ന് കാണുന്നു. അതിനായി പലരും പ്ലാൻ ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നു. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഏസ് ഓഫ് വാൺസ് ആണ് വന്നത്. ഇവിടെ എന്തോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതായിരിക്കാം ചിലപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഓർണമെൻറ്റ്സ് വാങ്ങിക്കാനുള്ള പ്ലാനിങ് ആവാം, അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനുള്ള പ്ലാനിങ് ആവാം, അല്ലെങ്കിൽ വിവാഹം നടത്താനുള്ള പ്ലാനിങ് ആവാം, എന്തിൻ്റെയൊക്കെയോ വേണ്ടിയിട്ട് വാഹനം വാങ്ങിക്കാനുള്ള പ്ലാനിങ് ആവാം, എന്തിൻ്റെയൊക്കെ പ്ലാനിങ് ആവാം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ, ഓൺലൈൻ വഴിയുള്ള ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനിങ്ങും ആവാം. എന്തായാലും ശരി, പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു, അത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് നല്ലതുപോലെ വരുന്ന എനർജിയാണ്. അബണ്ടൻസ് ആവുന്ന അല്ലെങ്കിൽ അബണ്ടൻസ് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മഞ്ഞ കളർ കണ്ടില്ലേ? ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ്. മണിപൂരക ചക്രം നിങ്ങളുടെ ആക്റ്റീവ് ആകുന്നുണ്ട്. കാരണം ഇവിടെ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ കിങ് ഓഫ് കപ്സ്, ഒരുപാട് സ്നേഹം കൊണ്ട് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒത്തിരി കാലം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ തീർച്ചയായിട്ടും ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആരോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴാണ് ഇവിടെയും അത് തന്നെയാണ്. സുഹൃത്തുക്കൾ പിരിഞ്ഞു പോയിട്ടുള്ളവർ, ഇവിടെ അത് തന്നെ ആരോ നിങ്ങളിൽ നിന്നും ഒരുപാട് പ്രിയപ്പെട്ടവർ, മനസ്സിലായില്ലേ? ഒരുപാട് പ്രിയപ്പെട്ട ആരോ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. അവർ വന്നു ചേരാനുള്ള എനർജി ആവാം. ഇവിടെ മധ്യവയസ്സാണ് കാണിച്ചിരിക്കുന്നത് എങ്കിൽ അത് ഒരു പാർട്ട്ണർ ആവാം നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാവാം. ആരായാലും ശരി, നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അവർക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ വർക്കാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് കാണുന്നത്. ദമ്പതികൾ തമ്മിലുള്ള അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിലുള്ള പ്രശ്നമായിരിക്കാം ഇവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ പിരിഞ്ഞു പോയവർ വന്നു ചേരുമോ എന്നുള്ള ആഗ്രഹത്തിൽ നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ആവേശത്തിൽ നോക്കിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു, മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു, മനമുരുകി പ്രാർത്ഥിക്കുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇവിടെ അവർ തിരികെ വരാൻ വേണ്ടിയും. അല്ലെങ്കിൽ ആരോടെങ്കിലും ചിലപ്പോൾ പുതിയതായിട്ട് പ്രണയം തുടങ്ങുന്ന ഒരവസ്ഥയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 10 ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ആരോ പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. എന്തുകൊണ്ടോ നിങ്ങൾക്ക് ചതി പറ്റിപ്പോയി, ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചിലപ്പോൾ സാമ്പത്തികം മറ്റുള്ളവർക്ക് കൊടുത്തിട്ടായിരിക്കാം, സാമ്പത്തികപരമായ കാര്യങ്ങളിലാവാം, അല്ല എങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ആവാം. കൂടുതലായിട്ട് സാമ്പത്തിക കാര്യങ്ങളിലാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് പെയിൻ ഉണ്ടായിരിക്കാം. എന്തായാലും ശരി, ഹൃദയവേദന അനുഭവിക്കുന്ന ഒരുപാട് സമയം കഴിഞ്ഞു പോയിരിക്കുന്നു.
ഒത്തിരി സമയം കഴിഞ്ഞു, നിങ്ങൾ കുറേ കാലം നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടാവാം. ഈ ഒരു ചീറ്റിംഗ് നിമിത്തം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, മറ്റുള്ളവർ നിങ്ങളെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കാം, ഒരു വലിയൊരു ചതിയിലേക്ക് മറ്റുള്ളവർ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിരിക്കാം. അതാവാം ഇവിടെ ഇങ്ങനെ ഒരവസ്ഥ വന്നത് എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ 10 സോഡ്സും കുത്തിയിരിക്കുന്നു. 10 കത്തികൾ കൊണ്ടും കുത്തേറ്റപ്പെട്ട ഒരു നിലയിലാണ് എന്ന് കാണുന്നുണ്ട്. അത്രമാത്രം ഹൃദയഭേദകമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏത് ഭാഗത്തു നിന്നായാലും ആരുടെ കയ്യിൽ നിന്നായാലും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചതിവ് പറ്റിയിരിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. ഇവിടെ കുത്തുകൊണ്ട് നിങ്ങൾ താഴെ വീണുപോയി, പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമില്ല എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങളിവിടെ നിന്ന് എഴുന്നേറ്റിട്ട് മുന്നോട്ട് പോകും. പിന്നീട് നിങ്ങളുടെ ലൈഫിൽ ഒരു സമൃദ്ധിയിലേക്കുള്ള പോക്കാണ്, ഒരു സ്റ്റാർട്ടിംഗ് ആണ് വരാൻ പോകുന്നത്. ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് വരാനുള്ള തുടക്കമാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു തുടക്കം ഇവിടെ വരാൻ തുടങ്ങുന്നുണ്ട്. അത് വളരെ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ നീങ്ങാൻ പോകുന്നത് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കാരണം അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു, ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നല്ലൊരു മാറ്റത്തിലേക്കാണ് ഇനി പോകുന്നത്. ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും ഇനി പറ്റുകയില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വീണ്ടും മുന്നോട്ട് വരാൻ തുടങ്ങുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. ഹാങ്ഡ് മാനാണ്, കണ്ടില്ലേ? ഹാങ്ഡ് മാൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ബുദ്ധിശക്തിയും കാര്യശക്തിയും ഒക്കെ ഉള്ള ആൾക്കാരാണ്, വിവേകമുള്ള ആൾക്കാർ, നല്ലതുപോലെ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ. പക്ഷേ ചില സമയത്ത് തീരുമാനമെടുക്കാൻ കഴിയാതെ കുഴങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ, തല കീഴായി നിൽക്കേണ്ടി വരും. ചില സമയത്ത് എന്ത് വേണം, എങ്ങനെ ചെയ്യണം, മുന്നോട്ട് എങ്ങനെ പോകും എന്നറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. ഈ ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ പതിയെ മുന്നോട്ട് നീങ്ങും. തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം തൊട്ടടുത്ത് തന്നെ ഇത് ലവേഴ്സ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ നിന്നും ഉറച്ച ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹാങ്ഡ്മാൻ്റെ അവസ്ഥ വരുമ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെ അങ്ങ് സംഭവിച്ചു പോകും, എനിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്ന ഒരവസ്ഥയാവും. ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, ഒരു വ്യക്തതയില്ല ഒന്നിനും. അപ്പോൾ ഒന്നും ആലോചിക്കുന്ന പോലെ, ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? സ്നേഹം നിറഞ്ഞ പാത്രത്തോടു കൂടി കാത്തിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ പാത്രം എന്ന് പറയുമ്പോൾ എന്താണ്? കപ്പ് നിറയെ പ്രണയമാണ്. അതായത് ഒരുപാട് സ്നേഹത്തോടുകൂടി ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. ഇവിടെ കണ്ടില്ല, ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ്, ഇവിടെ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. തീർച്ചയായിട്ടും ഇവിടെ നല്ല പരിശുദ്ധമായ ലവ് ആണ്. ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടി. അതാണ് ആർക്കോ വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടി കാത്തിരിപ്പാണ്. ഇവിടെ തുടക്കമാണ്, ഒരു പ്രണയത്തിൻ്റെ തുടക്കമാണ് വരാൻ പോകുന്നത്. ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. ഒരുപാട് പ്രപഞ്ചത്തെ അറിഞ്ഞു, ആൾക്കാരെ അറിയാനുള്ള കഴിവ്. അപ്പോഴാണ് തീർച്ചയായിട്ടും പ്യുവറായിട്ടുള്ള സോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അങ്ങനെയുള്ള ആ സോളിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നത് എന്ന് പറയാം. അത്രമാത്രം പരിശുദ്ധമായ ഒരു പ്രണയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ എന്ന് കാണുന്നു. 8 ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ ജീവിതത്തിൽ നിന്ന് തന്നെ ആരോ വിട്ടുപോയിരിക്കുന്നു. അല്ലായെങ്കിൽ നിങ്ങൾ എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളിൽ നിന്നും പിരിഞ്ഞ് ദൈവികമായ എനർജിയിലേക്ക് കൂടുതലായിട്ട് കണക്റ്റ് ആവാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭൗതികമായ സന്തോഷങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കും. മറ്റുള്ള ആൾക്കാരെ മനസ്സിലായി കഴിയുമ്പോൾ കുറേയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള, മറ്റുള്ളവർ നിങ്ങളെ തെറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ വാക്ക് നിമിത്തം മാനസികമായിട്ട് നിങ്ങൾ ഹൃദയം മുറിപ്പെട്ട അവസ്ഥ ഉണ്ടാവാം. ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ട്, പ്രത്യേകിച്ചും കുറേ സമയത്ത് നിങ്ങൾക്ക് ഒന്ന് വിട്ടുപിരിഞ്ഞിരിക്കണം എന്നുള്ള തോന്നൽ വരികയാണ്.
അവിടെ നിങ്ങൾ വിചാരിക്കും എന്താണ്, ഒരു ഏകാന്തവാസം നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തൽക്കാലത്തേക്ക് എല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. 8 ഓഫ് സോർഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ എന്തായാലും ശരി മറ്റുള്ളവരുടെ അടിമത്തം അനുഭവിക്കുകയാണ്. എന്ത് വന്നു കഴിഞ്ഞാലും വേണ്ടില്ല, എത്ര പാഠം പഠിച്ചാലും മനസ്സിലാവില്ല, നിങ്ങൾ മറ്റുള്ളവരുടെ അടിമയായി കഴിയുന്ന ഒരവസ്ഥ, നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ ചങ്ങലക്കിട്ട് വലിക്കുന്ന ഒരവസ്ഥ, അവർ പറയുന്ന അതുപോലെ തന്നെ അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഈ ഒരവസ്ഥയിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ രക്ഷപ്പെടാം, പക്ഷേ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും, പക്ഷേ നിങ്ങൾ മുന്നോട്ട് വരുന്നില്ല. എന്തുകൊണ്ടാണത്? നിങ്ങൾ സ്വന്തം നിങ്ങളുടെ നിഴൽ തന്നെ കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. കാരണം മറ്റുള്ളവർ ചങ്ങലക്കിട്ട് വെച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് പോലെ അംഗീകരിച്ചില്ല അല്ലെങ്കിൽ അനുസരിച്ചില്ല എങ്കിൽ എന്താണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ പരാജയമാണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള വിചാരത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. പക്ഷെ വരില്ല, ആ ഒരു പേടിയിൽ കഴിഞ്ഞുകൂടുന്നു, ആ ഒരു വിചാരത്തിൽ കഴിഞ്ഞുകൂടുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പിന്നീട് വേണമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. അത് സ്വയം വിചാരിച്ചാൽ മാത്രം മതിയാകും. എന്ത് കാര്യം തുടങ്ങി വയ്ക്കുമ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത് നല്ലതാണോ, ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടാകുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് എടുത്ത് ചാടി പുറപ്പെടാൻ. ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ആലോചിക്കുക. അപരിചിതരുമായിട്ട് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടിന് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുക, എനിക്കിത് വേണ്ടതാണോ എന്ന് ആലോചിച്ച് മുന്നോട്ട് പ്രവർത്തിച്ചു പോയി കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള അബദ്ധങ്ങളിലും ചെന്ന് ചാടുകയില്ല. ഇവിടെ 4 ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തികത്തിൻ്റെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, കണ്ടില്ലേ? നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. ഇവിടെ മറ്റുള്ളവരോട് സ്നേഹം കൊടുക്കാനും മറ്റുള്ളവരുടെ സ്നേഹം ഇങ്ങോട്ട് വാങ്ങിക്കാനും അതുപോലെ തന്നെ സാമ്പത്തികമായ ഒരു സ്റ്റെബിലിറ്റി വരാൻ ഒക്കെയും നിങ്ങൾക്ക് ഇവിടെ ഇടയാകുന്നു. സ്നേഹം കൂടുതൽ കിട്ടുമ്പോൾ മനസ്സ് സന്തോഷമാകും, സമാധാനം ലഭിക്കും. ഈ ഒരു സമയത്താണ് വെൽത്ത് ആകർഷിച്ചു വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുമില്ല, ഹൃദയത്തിലൊന്നുമില്ല, മറ്റുള്ളവരോടെല്ലാം പക വെച്ച് പുലർത്തുകയാണ്, എല്ലാവരോടും നെഗറ്റീവായിട്ട് പെരുമാറുന്നു. നെഗറ്റിവിറ്റിയാണ് മനസ്സ് മുഴുവനും. ആരെ കണ്ടാലും മുഖം വീർപ്പിച്ചിരിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്താണെങ്കിൽ നെഗറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് പെരുമാറാൻ കഴിയുമ്പോൾ തന്നെ ആലോചിക്കണം, ഒന്നും നിങ്ങളെ ആകർഷിച്ചു വരില്ല. ധനം നിങ്ങളെ ആകർഷിച്ചു വരുന്നത് എപ്പോഴാണ്? പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രമാണ്. അവിടെയാണ് ദൈവാനുഗ്രഹമുള്ളത് കൂടുതലും. അപ്പോൾ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ധനം നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ. ഇവിടെ സ്റ്റെബിലിറ്റിയാണ് ലഭിക്കുന്നത്. 4 എന്നുള്ള നമ്പർ കണ്ടില്ലേ, സ്റ്റെബിലിറ്റിയെ കുറിക്കുന്നതാണ്. ഈ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരുപാട് മാറ്റം വരാൻ ഉള്ള സാധ്യതയാണ്. ഒരുപാട് ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എപ്പോഴാണ് ചേഞ്ച് വരുന്നത്? കണ്ടില്ലേ, അത് ലവേഴ്സ്. ഇവിടെ പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സ്നേഹവും സന്തോഷവും നിലനിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് ധനം ആകർഷിച്ചു വരുന്നത്. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ കണ്ടില്ലേ. അതുപോലെ തന്നെയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ശ്രമമാണ്. അതിവിടെ വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അവരുമായിട്ട് സന്തോഷമായുള്ള ഒരു ലൈഫിലേക്ക് പോകുന്നു. കുറേ കാലം കൊണ്ടേ കാത്തിരിക്കുന്ന ആൾക്കാർ വന്ന് ഒന്നിച്ചു ചേരുന്നു. ഇവിടെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാം, അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആകാം. വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഹെറോഫൻ്റെ എനർജിയാണ്. ഹെറോഫൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ തുല്യരായ മനുഷ്യർ, ദൈവതുല്യരായ മനുഷ്യരാണ്. കാരണം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നല്ല വിവരം, നല്ല ബോധമുള്ളവർ, മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, ഇതിനെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. അങ്ങനെ പരിജ്ഞാനമുള്ളപ്പോഴാണ് നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിച്ച് അവരെ നല്ല വഴിയിലേക്ക് നയിക്കാൻ സാധിക്കും. എപ്പോഴാണ് ഇതൊക്കെ സാധിക്കുന്നത്? നിങ്ങൾ തന്നെ പോസിറ്റീവായിട്ട് വരുമ്പോൾ, നിങ്ങൾ തന്നെ ഒരു സ്പിരിച്വലി കണക്റ്റ് ആവാൻ തുടങ്ങുമ്പോൾ, സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ വരുമ്പോൾ, സ്പിരിച്വൽ വർക്ക് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ, മെഡിറ്റേഷനൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴാണ് നിങ്ങളിലേക്ക് ഈ അറിവുകൾ വർദ്ധിച്ചു വരുന്നത്.
ഇവിടെ തേടൈചക്രയുടെയൊക്കെ ആക്ടിവേഷൻ വരും. തേടൈചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സാധിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവർക്ക് നല്ല വഴിയെ നയിക്കാനുള്ള ഒരു ഉപാധിയാവും നിങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കൂടുതൽ ആദരിക്കും, നിങ്ങളുടെ അടുത്തിരിക്കാൻ അവർ ആഗ്രഹിക്കും. കാരണം എന്താണ്? എപ്പോഴും പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്കത് അനുഭവപ്പെടും. അവർക്കത് നല്ലൊരു ഫീല് ആയി കഴിയുമ്പോഴാണ് അവർ വീണ്ടും വീണ്ടും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് തന്നെ. ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ നല്ല വെളിച്ചം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ്. വെളിച്ചവും പ്രകാശവും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നല്ല പ്രകാശം നിറഞ്ഞ 7 വർണ്ണങ്ങളും നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സാധ്യത വരുന്നുണ്ട്. വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നു. വീട്, വാഹനം, വിവാഹം ഇതൊക്കെ നടക്കുന്ന സാധ്യതയാണ്. കുഞ്ഞിൻ്റെ ജനനം ഒക്കെയും ഇവിടെ നടക്കുന്നുണ്ട്. നടക്കാനുള്ള സാധ്യത വന്നിരിക്കുന്നു ഇന്നത്തെ ഈ ഒരു എനർജിയിൽ. കണ്ടില്ലേ? ഒരുപാട് സന്തോഷകരമായ ഒരു എനർജിയാണിത് സണ്ണെന്ന് പറയുന്നത്. ഇവിടെ കുട്ടികളുടെ ജനനം, കുട്ടികളുമൊത്തുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിക്കുക. അവർക്ക് പരീക്ഷയിലൊക്കെ നല്ല മാർക്ക്, എക്സാമിനേഷനൊക്കെ എഴുതിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ജോലി കിട്ടുന്ന കുട്ടികൾക്ക് അവരെ കൊണ്ട് സന്തോഷിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 7 ഡേയ്സിനകം നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ തിരികെ വരാനുള്ള എനർജി. മനസ്സിലായില്ലേ? അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ സൺ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ സന്തോഷത്തിനുള്ള എനർജിയാണിത്. കിങ് ഓഫ് സോഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ എന്ത് വന്നാലും ഒരുപാട് പ്രതിസന്ധികൾ ചുറ്റിനുമുണ്ട്. പക്ഷേ എന്ത് വന്നാലും ശരി, ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്ക് തന്നെ വേണം ജയം. ഞാൻ പറയുന്നത് പോലെ മറ്റുള്ളവർ അനുസരിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഫ്രീഡം ലഭിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അത് കൊച്ചു കാര്യമല്ല. ഫ്രീഡം ലഭിക്കുന്നത് എപ്പോഴാണ്? പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തുകൂടി വരണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്നത്. ആവശ്യത്തിനുള്ള സാമ്പത്തികം വന്നു ചേരണം. അല്ല, സാമ്പത്തികമില്ലാതെ എന്ത് ഫ്രീഡമാണ്? സാമ്പത്തികം വന്നു ചേരണം. അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് സാമ്പത്തികം വന്നു ചേർന്ന് നിങ്ങളിലൊരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടാവുക. ഇതൊക്കെയാണ് അത്യാവശ്യ കാര്യം. ഇത് കഴിയുമ്പോൾ, ഇതെല്ലാം നേടിക്കഴിയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സേവിച്ച് അടുത്ത് തന്നെ കാണും. നിങ്ങളെ ഒരു കിങ്ങായിട്ട് അവരുടെ ദൃഷ്ടിയിൽ കാണാൻ തുടങ്ങും. നിങ്ങൾ പറയുന്നത് അവർ ബഹുമാനപൂർവ്വം കേൾക്കും, അനുസരിക്കും, ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. 6 ഓഫ് വാൻഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ജോലിക്കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിരിക്കുക, എനിക്കൊരു പ്രൊമോഷൻ കിട്ടേണ്ട സമയമായിട്ടുണ്ട്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, അത് ലഭിച്ചില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വിഷയത്തിലേക്കൊരു മാറ്റം, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. കുറച്ചുകൂടി ശമ്പളം കൂടുതൽ, കുറച്ചുകൂടി സേഫായ ഒരു സ്ഥലത്തേക്ക് ഒരു മാറ്റം, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു. അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു നിങ്ങളുടെ ജോലി സ്ഥലത്ത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വാൺസ് ഫയർ സൈനാണ് ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. 3 ഓഫ് കോയിൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. കണ്ടില്ലേ? ഇവിടെ പലരും ഒത്തുചേർന്ന് കൂടിച്ചേർന്നുള്ള തീരുമാനമാണ്. എന്തെങ്കിലും ജോലിക്കാര്യങ്ങളിലൊക്കെ കൂട്ടുചേർന്നുള്ള ബിസിനസ്, കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള ബിസിനസ് തുടങ്ങുന്നതിന് ആരൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകുന്ന കാര്യം, അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു സക്സസ് ലഭിക്കും. ആ ഒരു വേ നിങ്ങളിലേക്ക് നല്ലതായിട്ട് തന്നെ പ്രവർത്തിക്കും. ഏത് കാര്യത്തിനായാലും, ചിലപ്പോൾ ചില ജോലികളിലൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ പെയിൻറ്റിങ് ആവാം, അല്ലെങ്കിൽ അത്ര കുറഞ്ഞ ജോലിയായാലും അല്ല എങ്കിൽ കൂടിയ ജോലിയായാലും അവിടെ കൂടിച്ചേർന്നുള്ള പ്രവർത്തനം ഒരു സക്സസ് തരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ, ചിലപ്പോൾ ചില ക്ഷേത്രങ്ങളുടേത്, വീടിൻ്റേത് ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള പ്രവർത്തികളിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും അല്ലെങ്കിൽ അതിന് പ്ലാൻ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഇന്ന് ഏഞ്ചൽ മെസ്സേജസ് നോക്കാം. നമുക്ക്
എന്തൊക്കെയാണ് ഏഞ്ചൽ മെസ്സേജസ് വന്നിരിക്കുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് ആണെന്ന് കാണുന്നു. എന്തിനാണ്? നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അതിന് അർഹതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി പ്രേ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങളിലേക്ക് നല്ല ഒരു സമയം വന്നു ചേരാൻ പോകുന്നു. ആസ്ക് യുവർ ഏഞ്ചൽസ്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് സഹായം വേണോ? നിങ്ങൾക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാവുന്നതാണ്. ആർക്കേഞ്ചൽമാരെ വിളിക്കാവുന്നതാണ്. മിഖായേലിനെ വിളിക്കാം, റാഫേലിനെ വിളിക്കാം, ഗബ്രിയേലിനെ വിളിക്കാം, അതുപോലെ ശാമുവേൽ മാലാഹയെ വിളിക്കാം, ഉറിയേലിനെ വിളിക്കാം. ഏത് മാലാഹയോടാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അവരെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 3 തവണ അവരുടെ പേരെടുത്ത് വിളിച്ച് പറയാം. വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യം പറയാം. എന്നിട്ട് അവർക്ക് താങ്ക് യു പറയാം, ഐ ലവ് യു പറയാം. താങ്ക് യു, ഐ ലവ് യു ഇത് പറയാം. മനസ്സിലായോ? അപ്പോൾ അവരുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം കാണും. അതുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് എന്തും നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കാവുന്നതാണ്. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. കണ്ടില്ലേ? ഇവിടെ പല കാര്യങ്ങൾക്കും ഉൾവിളികൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവുന്നത്. ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രകാശം അനുഭവപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കും. അത്തരം ഒരു സമയം വരും. അത് നിങ്ങൾ അനുഭവിച്ചറിയണം. മനസ്സിലായില്ലേ? ഇന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ പുറപ്പെടുമ്പോൾ, നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഉത്തരം കിട്ടും. ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ അത് സാധിക്കാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലായില്ല. അല്ലെങ്കിൽ അവിടെ പോകണോ, ഇന്ന് പോകണോ, നാളെ പോകണോ എന്നിങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കാൻ തുടങ്ങും. അത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നല്ല പ്രാക്ടീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇത്. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഏഞ്ചൽസ് പറയുന്നതാണിത് കേട്ടോ. ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് ധാരാളം കണ്ടില്ലേ? മെഡിറ്റേഷനൊക്കെ ചെയ്ത് സ്പിരിച്വലി കണക്റ്റ് ആകുമ്പോൾ നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റി വരും. ഞാൻ എപ്പോഴും പറയത്തില്ലേ, പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യൂ, പോസിറ്റീവായിട്ടിരിക്കുക മൈൻഡ് എപ്പോഴും. അവിടേക്കാണ് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ വെൽത്ത് നിങ്ങളെ ആകർഷിച്ച് വരുന്നത്, സമ്പത്ത് നിങ്ങളെ ആകർഷിച്ച് വരുന്നത് അവിടേക്കാണ്. അല്ലാതെ നെഗറ്റീവ് അടിച്ച് എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് സാധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് എപ്പോഴാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായ പ്രവർത്തികളിൽ ഏർപ്പെടുക, ദൈവികമായ ചിന്തകളിൽ മുഴുകുക, മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോഴാണ് നിങ്ങളിലേക്ക് ധനം ആകർഷിച്ചു വരുന്നത്, അവസരങ്ങൾ വന്നു ചേരുന്നത്. ധനം ഉണ്ടാക്കാനുള്ള അവസരം വന്നു ചേരണ്ടേ? അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അപ്പോഴാണ് എന്ന് പറയാം. ഇനി എന്താണ്? അബണ്ടൻസ്. കണ്ടില്ലേ? അബണ്ടൻസ്, സമൃദ്ധി നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിലേക്ക് സമൃദ്ധി വരും, ഐശ്വര്യവും വരുന്നുണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം നേടിയെടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഏഞ്ചൽസ് പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലും ഐശ്വര്യം ഉണ്ടാകുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.